അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹൃദയരെ, ഈ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങൾക്കുള്ള ഹേതു എന്നുള്ളത് കോപം എന്നുള്ളതാണ്. കോപം, ദേഷ്യം, ക്രോധം എന്നൊക്കെ പറയുന്നത് സമൂഹത്തിലും കുടുംബത്തിലും എന്ന് മാത്രമല്ല, താൻ പെരുമാറുന്ന പല മേഖലകളിലും ധാരാളം നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു വിനയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ എന്നുള്ളത്. യഥാർത്ഥ ശക്തൻ തനിക്ക് കോപം വരുന്ന സമയത്ത്, തനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ അതിജീവിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ദേഷ്യം വരലോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ശൈത്താനികമായിട്ടുള്ള ഒരു സ്വഭാവം ഉടലെടുക്കുകയും അതുമൂലം പല മോശം സ്വഭാവങ്ങൾ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നതായി കാഴ്ച നമുക്ക് കാണാമല്ലോ. അതിനാൽ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി പല മാർഗങ്ങളും പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വചനം. അതോടൊപ്പം തന്നെ വുളൂ ചെയ്യുകയാണെങ്കിൽ ദേഷ്യത്തെ ഇല്ലാതെയാക്കാമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എണീറ്റ് നിൽക്കുന്നവൻ ഇരിക്കുകയാണെങ്കിൽ ദേഷ്യത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദേഷ്യത്തെ നിർമാർജനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒട്ടുമിക്ക പ്രശ്നത്തിൻ്റെയും വില്ലൻ എന്നുള്ളത് ദേഷ്യമാണ്. ആ ദേഷ്യത്തെ അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പടച്ചറബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ശൈത്താനികമായ ഷർറിൽ നിന്ന്, അവന്റെ വിപത്തിൽ നിന്ന്, അവന്റെ എല്ലാ പ്രേരണകളിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ പടച്ചറബ്ബ് നമുക്ക് കാവൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.